ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നിങ്ങൾ ഇന്ന് കാണാൻ പോകുന്നത് എങ്ങനെയാണ് എൻ്റെ 2025 ഞാൻ വരവേൽക്കുന്നത് എന്നുള്ളതാണ് കാണാൻ പോകുന്നത് ഗൈസ്. ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് ന്യൂ ഇയർ ഈവിനാണ്, 31st ഓഫ് ഡിസംബർ 2024. അപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ഇപ്പോൾ എക്സാം ടൈമാണ്, അതായത് എൻ്റെ തേർഡ് സെമ്മിൻ്റെ എക്സാമിനേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്, സെം എക്സാംസ്. സോ കാലമാടന്മാർ ക്രിസ്മസിനും മനുഷ്യന് സമാധാനം തന്നില്ല. ക്രിസ്മസിൻ്റെ അടുത്ത ദിവസം എക്സാം ആയിരുന്നു. പിന്നെ ന്യൂ ഇയറിനും സെയിം അവസ്ഥ. ബിക്കോസ് ന്യൂ ഇയർ നാളെ ലൈക്ക് 1st ഓഫ് ജാൻ എക്സാം ഉണ്ട്. സോ ഇപ്പം നാട്ടിലൊക്കെ ആയിരുന്നെങ്കിൽ ലാസ്റ്റ് ഇയർ ഐ വാസ് ഇൻ വർക്കല. അപ്പോൾ നല്ല രസമായിരുന്നു. ഇറ്റ്സ് ബീൻ ഒരു നല്ല മൊമെൻറ്റ്സ് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന സമയമാണ് ഈ ന്യൂ ഇയർ ഈവ്, ക്രിസ്മസ് ഈവ്, ഇല്ലെങ്കിൽ ഓണം, ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ ആ കറക്റ്റ് സമയത്ത് ഈ പരീക്ഷയൊക്കെ കൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മൾ ആകത്ത് ഇങ്ങനെയൊക്കെ ആവും. പക്ഷെ എന്ത് ചെയ്യാൻ, നമുക്ക് പരീക്ഷ എഴുതിയില്ലെങ്കിൽ നമുക്ക് മാർക്ക് കിട്ടില്ലല്ലോ. സോ ആ നടക്കുന്ന എൻ്റെ റൂംമേറ്റാണ് ഗൈസ്. ഫോൺ നോക്കി ഭയങ്കര അഡിക്ഷൻ ആണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല ഗൈസ്. എന്നെപ്പോലെ അല്ല, വളരെ പന്ന കൊച്ചാണ് ഞാൻ, വളരെ നല്ല കൊച്ചാണ്, അത് നിങ്ങൾക്ക് അറിയാമല്ലോ ഏത് പണിയാം. അപ്പോൾ നമ്മുടെ ടോപ്പിക്കിലേക്ക് നമുക്ക് തിരിച്ചു വരാം. നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ ഇന്ന് ന്യൂ ഇയർ ഈവാണ്. അപ്പോൾ ഹൗ ഐ എം സ്പെൻഡിങ് മൈ ന്യൂ ഇയർ ദിസ് ഇയർ എന്നുള്ളതാണ്. ഞാൻ ദിസ് ഇയർ എന്ന് പറയാൻ പറ്റുമോ, ഇറ്റ്സ് ബീൻ the last day of the year, but still anyways I don't care. അപ്പോൾ let's see how it goes. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. മേ ബി ബിക്കോസ് ഒരു 50-50 മൈൻഡ് ആയിരിക്കും. ബിക്കോസ് കോളേജിൻ്റെ അകത്ത് ഞാൻ ഈ ന്യൂ ഇയർ ആയിട്ടും ഒരിടത്തും പോകാണ്ട് ഇങ്ങനെ പഠിച്ച് എഴുതി നടന്നിങ്ങനെ ആ ഒരു സ്കീമാണല്ലോ. അപ്പോൾ ഐ ഡോണ്ട് നോ, മേ ബി യു വിൽ ലൈക്ക് ഓർ യു മേ നോട്ട്, വിൽ സീ. ഇന്ന് 31st, നാളെ 1st എനിക്ക് എക്സാം ഉണ്ട്. എക്സാം കഴിഞ്ഞ് നേരെ തീവണ്ടിയിൽ വീട്ടിൽ പോകും ഗൈസ്. ബിക്കോസ് ഇറ്റ്സ് ബീൻ മോർ ദാൻ 1 month ഐ ഗെസ് ഞാൻ വീട്ടിൽ പോയിട്ട്. ഫോർ മീ 1 month ഇസ് എ ഗ്രേറ്റ് ഗ്യാപ്പ്. ബിക്കോസ് ഞാൻ ഒരു മാസം 2 തവണയെങ്കിലും വീട്ടിൽ പോകുന്ന കൂട്ടത്തിലാണ്. ബിക്കോസ് ഐ എം ദാറ്റ് മച്ച് ഹോം സിക്ക്. എൻ്റെ ഫ്രണ്ട്സൊക്കെ മനോജ് കെ ജയൻ മതിൽ ചാടുന്നൊരു സീനില്ലേ, അതിൽ സുരാജ് വെഞ്ഞാറമ്മോട് പറയുന്ന ഒരു ഡയലോഗുണ്ട്, നിനക്ക് പ്രാന്താടാ. ആ ഒരു സ്കീമാണ്. എൻ്റെ ഫ്രണ്ട്സൊക്കെ നിനക്ക് വയ്യേ, എന്തിനാണ് ഇത്രയും പ്രാവശ്യം വീട്ടിൽ പോകണം. ബിക്കോസ് ഐ ഓൾവേസ് സേ എനിക്ക് അച്ഛനും അമ്മയും കാണണം ഗൈസ്. അത് മാത്രമല്ല ലൈക്ക് വീട്ടിൽ നിൽക്കുമ്പോഴൊരു സുഖം എവിടെ നിന്നാലും കിട്ടില്ല. ഐ എം സച്ച് എ ഹോം സിക്ക് പേഴ്സൺ. സോ അപ്പം നമ്മൾ കഥ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതങ്ങനെ പോകും. എനിക്ക് അഭിനയിച്ചത് മതി എന്ന് പറയട്ടെ. ആദവൻ, പ്ലീസ് കം ഓൺ ടു ദ സ്റ്റേജ്. ഇത്ര നേരം അഭിനയിച്ച് കഷ്ടപ്പെടുകയായിരുന്നു. നമുക്ക് ഇവന് കുറച്ച് ക്യാമറ സ്പേസ് കൊടുക്കാം. ഇതാണ് എൻ്റെ ഒരു ഹായ് പറ. ഓക്കെ ഇനി പൊക്കോളൂ, ഇനി ആവശ്യം കഴിഞ്ഞ് പൊക്കോളൂ. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്. ഇന്ന് ഈവനിങ് നാളെ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളത് ഇനി അങ്ങോട്ട് നിങ്ങൾ കാണാൻ പോവുകയാണ്. സോ നമ്മൾ ആദ്യം മുറി വൃത്തിയാക്കിയിട്ട് തുടങ്ങാൻ വിചാരിച്ചു ഗൈസ്, അല്ലേ അഥവാ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? We are going to clean our room. ഓക്കെ, അവന് മലയാളം അറിഞ്ഞൂടാത്തതുകൊണ്ട് മാത്രം അവൻ ഇംഗ്ലീഷിൽ ഡബ് ചെയ്യാണ് ഗൈസ്. ഓക്കെ, നമുക്കിനി മുറി ക്ലീൻ ചെയ്യാം. അങ്ങനെ റൂമൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ റൂം ക്ലീൻ ചെയ്ത് കഴിഞ്ഞതാണല്ലോ നിങ്ങളിപ്പോൾ കണ്ടത്. എനിക്ക് ഭയങ്കര സ്ട്രെസ് റിലീഫിംഗ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഭയങ്കര ഒരു സമാധാനം അല്ലെങ്കിൽ ഒരു സന്തോഷം തരുന്നൊരു കാര്യമാണ് നമ്മുടെ സ്പേസ് വൃത്തിയാക്കി വെക്കുക, ക്ലീൻ ചെയ്യുക. എനിക്ക് കുറച്ച് OCD ഉണ്ട്, അങ്ങനെയൊന്നും ആവണ്ട. പക്ഷെ സ്റ്റിൽ ഞാനിങ്ങനെ ചെരിഞ്ഞിരുന്ന കുപ്പീനെ നേരെയൊക്കെ പോയി വെച്ചിട്ട് വരും. എനിക്ക് അങ്ങനത്തെ കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും കാര്യമാക്കണ്ട. അല്ലാണ്ട് ജനറലി പറയുകയാണെങ്കിൽ ഇങ്ങനത്തെ കുറച്ച് പ്രാക്ടീസസ് ഒക്കെ ഉണ്ടാവണം, നല്ലതാണ്. ഇപ്പം എനിക്കറിയാം, നല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ലൈക്ക് ഇറ്റ്സ് റിയലി ക്ലീഷേ ദാറ്റ് എല്ലാവരും ജാൻ ആവാൻ വേണ്ടിയിട്ട് കാത്തിരുന്നിട്ട് ന്യൂ ഇയർ റെസൊല്യൂഷൻ അങ്ങനെ ചക്ക മാങ്ങ തേങ്ങ എന്നൊക്കെ പറഞ്ഞ ഓരോ എടുത്താ പൊങ്ങാത്ത കാര്യങ്ങൾ വരെ പലരും പറഞ്ഞുകൊണ്ട് നടക്കും. പലരും സ്വയം മനസ്സിൽ വിചാരിക്കും
അതിനേക്കാൾ നല്ലത്, അല്ലെങ്കിൽ ഞാൻ ഒന്നിനെയും ബ്ലെയിം ചെയ്യണമല്ല അല്ലെങ്കിൽ കുറ്റം പറയണമല്ല, പക്ഷേ എന്തുകൊണ്ടും ബേസിക് കാര്യങ്ങൾ നന്നായിട്ട് ചെയ്തിട്ട് ബാക്കി വലിയ വലിയ കാര്യങ്ങളിലേക്ക് പോകുന്നതാണ് നല്ലതെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. സോ ഇപ്പം ഞാൻ വളരെ നല്ല കുട്ടി എന്നൊന്നും ഞാൻ ക്ലെയിം ചെയ്യണില്ല, ബട്ട് സ്റ്റിൽ എൻ്റെ പോലത്തെ എന്താണ് ഈ യങ്സ്റ്റേഴ്സ്, ടീനേജേഴ്സ് പലർക്കും മേ ബി ക്ലെൻലിനെസ് അല്ലെങ്കിൽ ഇതൊക്കെ ഉള്ളവരുണ്ടായിരിക്കാം. പക്ഷെ സ്റ്റിൽ ഒരു ഭൂരിഭാഗം കുറച്ച് പേരെങ്കിലും, അതെന്തോന്ന് പ്രയോഗം, അത് ഭൂരിഭാഗം ആൾക്കാരെങ്കിലും കുറച്ചൊക്കെ ഇങ്ങനെ അത് പിന്നെ ആയാലും ചെയ്യാം, പ്രോക്രാസ്റ്റിനേഷൻ നിറയുള്ള ആൾക്കാരാണ്. അങ്ങനെയൊക്കെ എന്താണ് പ്രശ്നങ്ങൾ എന്ന് പറയുന്നില്ല, അങ്ങനത്തെ ഹാബിറ്റ്സ് ലീഡ് ചെയ്യുന്ന ആൾക്കാരാണ്. അതിനേക്കാൾ നല്ലതാണ് എന്തുകൊണ്ടും ഇങ്ങനെയൊക്കെ വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഫ്രഷ് ഫീലിംഗ് അല്ലേ നമുക്ക്, ഓരോ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ നമുക്കൊരു മോട്ടിവേഷനാണത്. സോ ഒന്നിനും വേണ്ടി ഇപ്പോൾ ഒരു ന്യൂ ഇയർ വരാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നാളെ ആകട്ടെ എന്ന് പറയാൻ വെയിറ്റ് ചെയ്യാണ്ട് കീപ് പ്രാക്ടീസിങ് ഇറ്റ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് സുഹൃത്തുക്കളെ. അപ്പോൾ അങ്ങനെ സോ ദാറ്റ് വാസ് മൈ പോയിന്റ്, ഐ വാസ് ട്രൈങ് ടു എക്സ്പ്ലെയിൻ. ആൻഡ് ഇനി ഇങ്ങനെ കഥ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എനിക്കിന്ന് ഫുഡ് കിട്ടില്ല, ബിക്കോസ് ഇറ്റ്സ് ഓൾറെഡി 8 ആകാൻ പോകുന്നു. 7:30 to 8:45 സംതിങ് ആണ് ഞങ്ങളുടെ ഇവിടുത്തെ ഡിന്നർ ടൈം. അപ്പോൾ പോയി കഴിച്ചിട്ട് വരാം. ആദവൻ പുറത്ത് പോകാമെന്ന് പറഞ്ഞപ്പോൾ അവന് നേരത്തെ പോയി കഴിക്കണം. സോ ഹീ ഈസ് റൈറ്റ് നൗ ഇൻ ദ വാഷ്റൂം. അവനോട് ഇറങ്ങിയിട്ട് നമ്മളിപ്പോൾ കഴിക്കാൻ പോകും. കഴിച്ചിട്ട് ഇനി ബാക്കി കാണാം. ഓക്കെ. ഫുഡിനെ പറ്റി എന്താണ് ജോഷുവ പറയാനുള്ളത്? പറയാനൊന്നുമില്ല. നീ പറഞ്ഞു, പക്ഷെ സഭ്യമായ ഭാഷയിൽ പറയണം. ഇതാണോ നിനക്ക് പറയാനുള്ളത്? നിനക്ക് മുട്ട കിട്ടിയില്ലേ? വെജിറ്റേറിയൻ ആയിട്ടുള്ള എനിക്ക് ചമ്മന്തിയാണ് കിട്ടിയ, അറിയോ? ചിക്കൻ തരാട്ടാ. നീ ഒന്ന് നാളെ ചാവാൻ പോവല്ലോ, അവസാനത്തെ ദിവസം എന്നൊക്കെ പറയാൻ. ഇത് വൈറലാവും കേട്ടോ. அதுக்கு இப்போ எதுக்கு இவ்வளோ பாஸ்? நியூ இயர் பார்ட்டி அப்படி சொன்னால் போதும். இங்கே போயிட்டு வா, டாட்டா. என்ன விളിക്കാതെ പോവാണ് ഗായ്സ്. நான் விളിச்சேன் ഗായ്സ്. അങ്ങനെ കഴിച്ചിട്ട് വന്ന സ്ഥിതിക്ക് നമുക്കിനി അടുത്തതായിട്ട് നമ്മൾ കടക്കാൻ പോകുന്ന പരിപാടി, അല്ലെങ്കിൽ നമ്മുടെ മെയിൻ അജണ്ട എന്ന് പറയുന്നത് കുളിക്കുക എന്നുള്ളൊരു സെഗ്മെൻറ്റിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. അല്ല, നിങ്ങളെ ഞാൻ കൊണ്ടുപോകില്ല, ഞാൻ കുളിച്ചിട്ട് വരാം. അപ്പോൾ ആ പരിപാടിയിലേക്ക് ഞാൻ കടക്കാൻ പോവുകയാണ് ഗൈസ്. അത് എന്നെ സംബന്ധിച്ചൊരു വലിയൊരു അംഗമാണ്. ബിക്കോസ് അത് മുടിയുള്ളതുകൊണ്ടാട്ടോ, ഇത്രയും മുടിയുള്ളതുകൊണ്ടാണ്. ഷാമ്പൂ ഇടണം, കണ്ടീഷണർ ഇടണം. കണ്ടീഷണർ ഇടുമ്പോൾ തന്നെ ഞാനൊരു 10-20 മിനിറ്റോളം ഞാൻ തലയിൽ അത് വച്ചിരിക്കും. സോ ഇറ്റ് ടേക്സ് മീ ടു മച്ച് ഓഫ് ടൈം ടു ഫിനിഷ് മൈ ഷവർ റൂട്ടീൻ. അപ്പോൾ അതാണ് നമ്മുടെ അടുത്ത പരിപാടി. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പരിപാടി മോസ്റ്റ്ലി പാക്കിംഗ് ആയിരിക്കും. ബിക്കോസ് ആസ് ഐ ഹാവ് മെൻഷൻഡ് ഏർലിയർ ഇറ്റ്സെൽഫ്, ഞാൻ നാളെ പോകും. എക്സാം കഴിഞ്ഞ് നാളെ തന്നെ ബാംഗ്ലൂർ വിടും. ഞാൻ വീട് പിടിക്കാൻ പോവാണ് ഗൈസ്. അപ്പോൾ നാളത്തേക്ക് പാക്ക് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി മച്ച് മോർ ഇറ്റ് വിൽ ക്രിയേറ്റ് എ ക്യാവസ്. ബിക്കോസ് നാളെ പരീക്ഷയുണ്ട്. പരീക്ഷ സമയത്തായിരിക്കും എനിക്ക് ഏറ്റവും കൂടുതൽ ടെൻഷൻ ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് തന്നെ പാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് കുളിച്ച് കഴിഞ്ഞിട്ട് പാക്കിംഗ് ആയിരിക്കും. അപ്പോൾ ഇപ്പം ഞാൻ കുളിക്കാൻ പോവാം. അപ്പോൾ കുളിക്കാനുള്ള എൻ്റെ പണിയായുധങ്ങളൊക്കെ എടുത്തിട്ട് ഞാൻ പോവാണ് ഗൈസ്. ഇനി കുളിച്ചിട്ട് വന്നിട്ട് കാണാം. ഓക്കെ, ബൈ. പോട്ട്. അങ്ങനെ ഞാൻ കുറച്ചധികം നേരം പോകുന്നതിന് മുന്നേ മെൻഷൻ ചെയ്തിട്ട് പോയ എൻ്റെ വളരെ ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള എൻ്റെ ഷവർ കഴിഞ്ഞു ഗൈസ്. സോ കുളിയൊക്കെ കഴിഞ്ഞു. നമ്മൾ കുളിച്ചിട്ട് എന്ത് ചെയ്യാന്നാണ് പറഞ്ഞത്? പാക്ക് ചെയ്യാന്നല്ലേ പറഞ്ഞത്, നാളെ പോകാനുള്ള. ഓക്കെ, നമുക്ക് പാക്ക് ചെയ്യാം. പക്ഷേ പാക്ക് ചെയ്യുന്നതിന് മുന്നേ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും സെയിം ആണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ചിലപ്പോൾ ഇറ്റ് മേ ഡിഫർ അക്കോർഡിംഗ് ടു യുവർ സ്കിൻ ടൈപ്പ്. എനിക്കെല്ലാം കുളിച്ച് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ
ഒരു ഫേസ് വാഷ് കഴിഞ്ഞിട്ടൊക്കെ എൻ്റെ സ്കിൻ കുറച്ച് ഡ്രൈ ആകുന്ന പോലെ തോന്നാറുണ്ട്. സോ ആക്ച്വലി വി ഷുഡ് നോട്ട് അലോ അവർ സ്കിൻ ടു ബി ഡ്രൈഡ് ബിക്കോസ് അത് ഒരുപാട് സ്കിൻ എന്താണ് ഇറിറ്റേഷൻ അല്ലെങ്കിൽ ഒരു ഗുണം ഉണ്ടാവില്ല. സോ ബെറ്റർ ഡു അപ്ലൈ മോയ്സ്ചറൈസർ. ഞാൻ മോയ്സ്ചറൈസർ ഇടാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. ബിക്കോസ് എനിക്ക് പറഞ്ഞു തരാൻ ആളുണ്ടായിട്ടല്ല, പക്ഷേ എപ്പോഴോ എനിക്കങ്ങനൊരു തോന്നൽ വന്നു തുടങ്ങി. അങ്ങനെ ഞാൻ ഇട്ട് തുടങ്ങി. ആൻഡ് ഇറ്റ് ആക്ച്വലി എന്താണ് ഇറ്റ്സ് ബീൻ സീൻ ഇൻ അവർ ഫേസ് റൈറ്റ്. ഇപ്പോൾ ഒരു ചെറിയ ഗ്ലോ ഒക്കെ വന്നില്ലേ ഗൈസ്? വന്നില്ലെങ്കിൽ ഒന്നുമില്ല, വന്നു എന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ മോയ്സ്ചറൈസർ മാത്രമല്ല, പറ്റുമെങ്കിൽ ഒരു എന്താണ് ഒരു ലിപ് ബാമും ഒക്കെ ഇടുന്നത് വളരെയധികം നല്ലതാണ്. ബിക്കോസ് അത് മാത്രമല്ല, ഞാനിപ്പോൾ നിൽക്കുന്നത് ബാംഗ്ലൂരാണ്. ആസ് യു ഹാവ് ഇപ്പോൾ ഈ വീഡിയോസൊക്കെ കാണുന്ന ഒരാളാണെങ്കിൽ മേ ബി യു ഗൈസ് മേ നോ ഞാൻ ബാംഗ്ലൂരിലാണ്. സോ ഇവിടുത്തെ ക്ലൈമറ്റ് കുറച്ച് ഒരു ചിൽ ക്ലൈമറ്റാണ്. അപ്പോൾ ഡ്രൈ ആകും സ്കിന്ന് പെട്ടെന്ന്, ലിപ്സ് പെട്ടെന്ന് ചാപ്ഡ് ആവും. അതിനൊക്കെ വളരെയധികം നല്ലതാണ് മോയ്സ്ചറൈസർ, യുനോ ലിപ് ബാം എല്ലാം. സോ ഐ ഹാവ് ദിസ് എന്താണ് ഒരു പ്രാക്ടീസ് ഓഫ് യൂസിങ് ദീസ് കൈൻഡ് ഓഫ് skin care things. So what I was trying to tell was better have ഒരു self care routine for you guys. ഞാൻ ഒരു റെസൊല്യൂഷൻസിനെയും തിരുത്താൻ ശ്രമിക്കുന്നതല്ല, പക്ഷേ ബേസിക് ആയിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യണം എന്ന് ഞാൻ അതായത് അതൊരു പ്രാക്ടീസിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചെയ്യണം എന്ന് വളരെയധികം ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. സോ ദാറ്റ്സ് വൈ ഐ വാസ് എംഫസൈസിങ് ഓൾ ദീസ് യുനോ ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ ബൂസ്റ്റ് ചെയ്ത് പറയുന്നത്. സോ ബെറ്റർ യു ഓൾസോ എന്താണ് ബ്രിങ് ദാറ്റ് ഇൻ യുവർ ലൈഫ്. എനിക്ക് കുറച്ച് നല്ലതായിരിക്കും, അതുകൊണ്ടാണ്. ചുമ്മാ കിട്ടുന്നതല്ലേ, ചുമ്മാ കിട്ടുന്നതല്ലേ മീൻസ് ലൈക്ക് എനിക്ക് ഇവിടെ നിന്ന് എളുപ്പമാണ് ഇങ്ങനെയൊക്കെ പറയാൻ. പക്ഷേ ഇഫ് യു ഹാവ് ദ എന്താണ് ആ ഒരു മനസ്സുണ്ടെങ്കിൽ പ്ലീസ് ഡു ഫോളോ ഓൾ ദീസ് തിങ്സ്. എങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നല്ലതായിരിക്കും. വലിയ മറ്റേ എടുത്താൽ പൊങ്ങാത്ത കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാൾ എന്തുകൊണ്ടും നമ്മളെ കൊണ്ട് കഴിയുന്ന നമുക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന പല സെൽഫ് കെയർ കാര്യങ്ങളും നമ്മൾ പലപ്പോഴും മറന്നു പോകുന്ന പല കാര്യങ്ങളും ചെയ്യുന്നത് വളരെയധികം നല്ലൊരു ഇതാണ് ഗൈസ്. അപ്പോൾ ഞാൻ പിന്നെയും പറഞ്ഞ് വലിച്ചു നീട്ടി ഓവറാക്കുന്നില്ല. എനിക്ക് പ്രത്യേകിച്ചൊരു അസുഖമുണ്ട്, ഇങ്ങനെ സംസാരിക്കാനൊരു ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് നിർത്തൂല, അതുകൊണ്ടാണ്. അപ്പോൾ എന്താണ് സെൽഫ് കെയർ ഒക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ, നോട്ട് ജസ്റ്റ് യുനോ ഡൂയിങ് സ്കിൻ കെയർ ആൻഡ് ഓൾ, ബട്ട് ഓൾസോ ജിമ്മിൽ പോകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ജിമ്മിൽ പോകൂ. ജിമ്മിൽ പോയി ജിമ്മനാവണം എന്നൊന്നും ഞാൻ പറയില്ല, പക്ഷേ ജിമ്മന്മാരും ജിമ്മത്തികളും, ഹൗ ക്യാൻ ഐ ജസ്റ്റ് മെൻഷൻ ഗൈസ്, ഈവൻ ഗേൾസ് യുനോ. സോ ജിമ്മന്മാരും ജിമ്മത്തികളും ആവണം എന്ന് ഞാൻ പറയുന്നില്ല. ഇഷ്ടമുണ്ടെങ്കിൽ ആയിക്കോ, കുഴപ്പമൊന്നുമില്ല. ഹെൽത്തി ആയിട്ടുള്ളൊരു ബോഡി, ഞാനിത് പറയാൻ ഒട്ടും യോഗ്യനല്ല, ബിക്കോസ് ഐ ഡോണ്ട് ഹാവ് എ ഹെൽത്തി ബോഡി. അത്യാവശ്യം ഫാറ്റൊക്കെ ഉള്ള എന്താണ് ഒരാളാണ് ഞാൻ. എനിക്ക് ചേഞ്ച് ചെയ്യണം എന്നുണ്ട്. അപ്പോൾ ഈവൻ ഐ വിൽ ബി ഡൂയിങ് സച്ച് തിങ്സ് ഇൻ ദി കമ്മിങ് ഡേയ്സ്, നോട്ട് ആസ് പാർട്ട് ഓഫ് എ റെസൊല്യൂഷൻ, ബട്ട് സ്റ്റിൽ മേ ബി ഇഫ് യു വോണ്ട് ടു കാറ്റഗറൈസ് ഇറ്റ് ലൈക്ക് ദാറ്റ് യു ക്യാൻ. എനിവേസ് എനിക്ക് അതിനെ പറയാൻ താല്പര്യമില്ല അങ്ങനെ. അപ്പോൾ 1ാം തീയതി തൊട്ടേ ഞാൻ ജിമ്മിലൊന്നും ഹിറ്റ് ചെയ്യണില്ല, പക്ഷേ ഞാൻ എന്തായാലും ചെയ്തു തുടങ്ങും. ബിക്കോസ് മൈസെൽഫ് ഐ സ്റ്റാർട്ടഡ് ഫീലിംഗ് ഓഫ് യുനോ ഹിറ്റിംഗ് ദ ജിം. സോ ഞാൻ എന്തായാലും പോയി ഡംബൽ തൂക്കുന്നതാണ് ഗൈസ്. വർക്കൗട്ട് ചെയ്യുക, ബോഡി മെയിൻറ്റെയിൻ ചെയ്യുക എന്നൊക്കെ ഉള്ളത് എനിക്കും ആഗ്രഹമല്ല, ഒരു ആവശ്യമായി തോന്നി തുടങ്ങുന്നു ഇപ്പോൾ. സോ even I'll be doing. So yeah, what I was trying to tell was concentrate on yourself, which may help you so much to improve your confidence, to improve yourself. So yeah, ചെയ്യൂ ഗൈസ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇനി സംസാരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരുപാട് സമയം താമസിക്കും. ബിക്കോസ് ഐ ഓൾറെഡി മെൻഷൻ ദാറ്റ് ഇപ്പോൾ 10:35 ഒന്നും അല്ല, 10:35 ഒക്കെ കഴിഞ്ഞിട്ട് കുറേ നേരമായി. നമുക്ക് പോയി പാക്ക് ചെയ്യാം. ബിക്കോസ് നേരത്തെ പാക്ക് ചെയ്താലേ നേരത്തെ പഠിച്ചു തുടങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ ഓക്കെ, നമുക്ക് പാക്ക് ചെയ്യാം. ഓക്കെ.
എന്താണ് പുതുവത്സര നിമിഷത്തിൽ പറയാനുള്ളത്? ഒന്നും പറയില്ലേ? ഒന്നും പറയല്ല, ഇത് മാത്രമേ ഉള്ളൂ. ഓക്കെ ഓക്കെ സാർ, വാട്ട് യു ഹാവ് ടു ടെൽ? എൻ്റെ പൊന്നി എല്ലാവരും താങ്ക് യു താങ്ക് യു. It was your birthday, right? Happy New Year. Happy birthday. Thank you so much. Yeah. I'm so sorry. I was a bit late to the place, so I couldn't capture that much of videos, like setting the campfire and of course me dancing. ഞാൻ ഭയങ്കര സൂപ്പറായിട്ടൊന്നും ഡാൻസ് കളിച്ചില്ല, ബട്ട് സ്റ്റിൽ ഞാൻ കുറച്ചൊക്കെ കളിച്ചായിരുന്നു. എനിക്ക് അതിൻ്റെയൊക്കെ വീഡിയോ എടുക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ ആകെ മൊത്തം ഒരു പാർട്ടി വൈബായിരുന്നു. ലൈക്ക് ഇറ്റ് വാസ് നോട്ട് ജസ്റ്റ് ദി ന്യൂ ഇയർ പാർട്ടി, ബട്ട് 2-3 പേർ, ഐ ഗെസ് 2 പേർ അവരുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ എന്താണ്, ആസ് യു ഹാവ് സീൻ ഇൻ ദ വീഡിയോ റൈറ്റ്, യാ അത് കണ്ടല്ലോ, അതൊക്കെ ഞാൻ ക്യാപ്ചർ ചെയ്തു. പക്ഷേ ആകെ മൊത്തം ഇങ്ങനെ കിളി പോയ ഒരു അവസ്ഥ ആയതുകൊണ്ട് ഐ കുഡൻറ്റ് ടേക്ക് ദാറ്റ് മച്ച് ഓഫ് വീഡിയോ, ബിക്കോസ് ഇറ്റ് വാസൻറ്റ് ദാറ്റ് എന്താണ് ഒരു വെൽ പ്ലാൻഡ് അല്ലെങ്കിൽ വെൽ അറേഞ്ച്ഡ് ഒരു പാർട്ടി. ഒരു ഭയങ്കര തട്ടിക്കൂട്ട് സെറ്റപ്പ് ആയിരുന്നു. പെട്ടെന്ന് വൈകുന്നേരം ഞാൻ കഴിക്കാൻ പോയ സമയത്ത് ഈവൻ ഐ വാസ് ലൈക്ക്, സാർ ഇങ്ങനെ പെട്ടെന്ന് വാർഡൻ സാർ പെട്ടെന്ന് ആ ഒരു സ്പെക്സ് വെച്ച ഒരാളെ കണ്ടില്ലേ, ഇച്ചിരി ബാൾഡായിട്ടുള്ള പുള്ളിയാണ് ഞങ്ങളുടെ വാർഡൻ സാർ. ആൻഡ് ഹീ ജസ്റ്റ് കെയിം ടു മീ ആൻഡ് സെഡ് ദാറ്റ് ശ്രീശാന്ത് വി ആർ ഗോണ ഹാവ് ഒരു ചെറിയൊരു ന്യൂ ഇയർ പാർട്ടി അറ്റ് 11:55 യു ഷുഡ് ബി ദെയർ. അപ്പം ഞാനാണെങ്കിൽ ഓക്കെ സാർ ഐ വിൽ കം. അപ്പം ഭയങ്കര റാൻഡമായിട്ട്, അതായത് ഞാൻ ആകെ മൊത്തം തിരക്കിലായിരുന്നു, ബിക്കോസ് റൂം ക്ലീൻ ചെയ്ത് പാതി ലേറ്റ് ആയപ്പോഴാണ് ഞാൻ ഓടിയത് കഴിക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഇടയിൽ കൂടെയാണ് സാർ ഇത് പറഞ്ഞത്. പിന്നെ കഴിച്ചിട്ട് പെട്ടെന്ന് പിന്നെയും വന്ന് കുളിക്കണമായിരുന്നു. അങ്ങനെ ആകെ മൊത്തം ഒരു ലൂപ്പിൽപ്പെട്ട അവസ്ഥയിലായിരുന്നു ഞാൻ. അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഈ സാധനം പറഞ്ഞത്. അപ്പോൾ ഐ കുഡൻറ്റ് എന്താണ് പ്രിപ്പയർ ദാറ്റ് മച്ച്. പ്രിപ്പയർ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഓക്കെ വീഡിയോ എടുക്കണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം, നമ്മൾ മനസ്സുകൊണ്ട് പ്രിപ്പയർഡ് ആവുമല്ലോ, എനിക്കതൊന്നും ആവാൻ പറ്റിയില്ല. എനിവേസ്, ബൈ ദ വേ, ഹാപ്പി ന്യൂ ഇയർ. Wishing you all a prosperous new year, and this was one among the best new years I've ever been. ഏറ്റവും സൂപ്പർ കഴിഞ്ഞ വർഷത്തായിരുന്നു, അതില്ലെന്ന് പറയാൻ പറ്റില്ല, ബിക്കോസ് ഐ വെൻറ്റ് ടു വർക്കല ആൻഡ് ഓൾ വിത്ത് മൈ ഫ്രണ്ട്. ആൻഡ് ഇപ്രാവശ്യത്തെ ഒരു വേറെ വെറൈറ്റി ഓഫ് എന്താണ് ഒരു ബെസ്റ്റ് ന്യൂ ഇയർ, ബിക്കോസ് ഐ ഹവ് നെവർ ബീൻ ഇൻ എന്താണ് ഒരു തട്ടിക്കൂട്ട് ന്യൂ ഇയർ സെറ്റപ്പ്. നമുക്കെപ്പോഴും ഇങ്ങനെ ന്യൂ ഇയർ പാർട്ടി ഉണ്ട്, അല്ലെങ്കിൽ ന്യൂ ഇയറിന് നമ്മളിങ്ങനെ കസിൻസൊക്കെ ഒരുമിച്ചിരിക്കില്ലേ, ന്യൂ ഇയറിന് നമ്മൾ പുറത്ത് പോകും, ഇങ്ങനെയൊക്കെ ഒരു ധാരണ ഉണ്ടായിട്ട് നമ്മൾ പോകണേല്ലേ. പക്ഷേ ദിസ് ടൈം ഇറ്റ് വാസ് ലൈക്ക് ടോട്ടലി അൺഎക്സ്പെക്റ്റഡ്. സോ ഞാൻ ആകെ മൊത്തം ശോകമായിരിക്കും, പഠിച്ച് മരിക്കും എന്നൊക്കെ വിചാരിച്ചിരുന്നു. ഇതുവരെ പഠിച്ച് തുടങ്ങിയിട്ടില്ല, അത് നോട്ട് ദ പോയിന്റ്, ബട്ട് സ്റ്റിൽ അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ചതാണ്. പക്ഷേ തട്ടിക്കൂട്ട് സെറ്റപ്പ് ആയിട്ടുള്ളൊരു പാർട്ടിക്കും
അതിൻ്റേതായിട്ടുള്ളൊരു വൈബ് ഉണ്ട് എന്ന് മനസ്സിലായത് എനിക്കിപ്പോഴാണ്. സോ ഐ എം സോ സോറി ഫോർ നോട്ട് recording those memories. I couldn't, but they are still in my mind. ഉണ്ട്, പോവില്ല, കോർ മെമ്മറീസിൽ ആഡഡ് ആണ്, ആസ് സെയിം ആസ് ലാസ്റ്റ് ന്യൂ ഇയർ. സോ കൊള്ളായിരുന്നു. ആൻഡ് നൗ കമ്മിങ് ടു ദി സാഡ് പാർട്ട്, അല്ലെങ്കിൽ ദ ഹാർഷ് റിയാലിറ്റി ഓഫ് അവേഴ്സ്. നാളെ നമുക്ക് എക്സാം. നാളെ അല്ല, മണി നൗ ഇറ്റ്സ് ലൈക്ക് 12:44 exactly. So like 11:55 something it started, and like at 12:30 exactly it got over. അപ്പത്തേന് ഇങ്ങനെ മറ്റേ വിസിലൊക്കെ അടിച്ചിട്ട് എല്ലാവരും പൊക മതി, ചലോ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും നമ്മൾ റൂമിലൊക്കെ കയറി. ആൻഡ് അഗെയിൻ സം പാർട്ടി വാസ് ഹാപ്പനിങ് ഇൻ ദ അപ്സ്റ്റേഴ്സ് ഹൂ ഡസൻറ്റ് ഹാവ് എക്സാംസ് ടുമോറോ. അത് വി ഷുഡ് നോട്ട്. അത് വിഷമം ആയതുകൊണ്ടല്ല, ബട്ട് സ്റ്റിൽ അതൊക്കെ നടക്കുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ഒഫീഷ്യലി ഉള്ള പരിപാടി 12:30 കഴിഞ്ഞു. ആൻഡ് നൗ ഇറ്റ്സ് 12:44. ഞാൻ റൂമിലെത്തി ഇങ്ങനെ ഇരിക്കുവാണ്. സോ നൗ ദ നെക്സ്റ്റ് പാർട്ട് ഇസ് ദറ്റ് വി ഹാവ് ടു സ്റ്റാർട്ട് സ്റ്റഡിങ് ബിക്കോസ് വി ആർ ഹാവിങ് എക്സാംസ് ടുമോറോ. അപ്പോൾ ഒന്നുമില്ല, തീർന്ന്. ന്യൂ ഇയറൊക്കെ കഴിഞ്ഞ്, ന്യൂ ഇയറൊക്കെ 12 മണിക്ക് തീർന്നു. ഇനിയിപ്പോൾ നമുക്ക് പഠിക്കാം. നാളെ ഒരു ദിവസം കൂടെ കടന്ന് കിട്ടിയ ഈശ്വര, എൻ്റെ തേർഡ് സെമ്മിൻ്റെ കാര്യത്തിൻ്റെ തീരുമാനമായി. എൻ്റെ പൊന്നു, അവർക്ക് എങ്ങനെ കാലമാടന്മാർ എങ്ങനെ തോന്നിയാന്തോ ഈ സമയത്തൊക്കെ പരീക്ഷ കൊണ്ടുവയ്ക്കാൻ. ഇത് സ്വഭാവമാണ്. അവർക്കും ഇല്ലേ കുട്ടികൾ, അവർക്കും ഇല്ലേ കുടുംബം, ഒന്ന് ചിന്തിച്ചൂടായിരുന്നു. ഓക്കെ, ജോക്സ് അപ്പാർട്ട്, നമുക്ക് പഠിക്കാൻ പോവാം. വേറൊന്നുമില്ല. ഐ ആം വിഷിങ് ദോസ് ഗൈസ്. അതിൽ ഒരാളുടെ പേര് എനിക്കറിയാം, ഒരാളുടെ പേര് എനിക്ക് അറിഞ്ഞുകൂടാ, 2 പേരുടെ പേര് എനിക്ക് അറിഞ്ഞുകൂടാ. ദാറ്റ്സ് ദ റിയാലിറ്റി. ബട്ട് സ്റ്റിൽ പേരറിഞ്ഞുകൂടാത്ത 2 കന്നഡ സുഹൃത്തുക്കൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. എന്നൊക്കെയാണ് ഞാൻ പറയാൻ വന്നത്. എന്താണ് എൻ്റെ ജന്മദിനാശംസകൾ. കന്നഡത്തിൽ എന്തോ പറയുമല്ലോ, അയ്യോ എന്തോന്നോ, ಹುಟ್ಟು ಹಬ್ಬದ ಹಾರ್ದಿಕ ಶುಭಾಶಯಗಳು brothers, something. I don't know whether it is correct or not. If it is correct, claps for me, and if it's wrong, you just adjust it with. അല്ലാണ്ട് പിന്നെ കന്നഡ അറിഞ്ഞൂടാതെ ഞാൻ അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും ട്രൈ ചെയ്തില്ലേ. സോ ഇറ്റ്സ് ഓക്കെ. കന്നഡ എന്തിനാ, അവർ കന്നഡക്കാരായതുകൊണ്ടാണ് ഞാൻ കന്നഡയിൽ പറഞ്ഞത്. സോ ഇഫ് ദി ആർ വാച്ചിങ് ഇറ്റ്, ഐ വിഷ് യു എ റിയലി ഗുഡ്, ബെസ്റ്റ്, വൺ ഓഫ് ദ ബെസ്റ്റ് ഇയേഴ്സ് ഇൻ യുവർ ലൈഫ്. ആൻഡ് നത്തിങ് എൽസ്. നമുക്ക് പഠിക്കണമല്ലോ. സോ ഗൈസ്, ഞാൻ പഠിച്ച് മറ്റേ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ഇരുട്ടത്തിരുന്ന് പഠിക്കാൻ തുടങ്ങി. ബിക്കോസ് ഐ ടെൽ യു, ഇറ്റ്സ് ഓൾറെഡി 3:07 റൈറ്റ് നൗ. 3:07 ഗൈസ്. എന്താണ്, അപ്പം പിന്നെ മറ്റേ പള്ളിപ്പെരുന്നാൾ പോലെ എല്ലാ ലൈറ്റും കൂടെ വാരിക്കൂട്ടി ഇടേണ്ട യാതൊരു ആവശ്യവും ഞാൻ കണ്ടില്ല. അതുകൊണ്ട് ഞാൻ എല്ലാം ഓഫ് ചെയ്തു. ബിക്കോസ് ഐ ഹാവ് ദിസ് ഡൗൺ ലൈറ്റർ ഹിയർ, റൈറ്റ്. അതിൻ്റേതായിട്ടുള്ളൊരു ആവശ്യമേ ഉള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതങ്ങിട്ടു പഠിക്കുമായിരുന്നു. ഞാൻ ആദ്യത്തെ 2-3 പഠിക്കുന്നതിൻ്റെ 2-3 ഷോട്ട് എടുക്കാൻ നേരത്തെ ലൈറ്റ് ഇട്ടു. പിന്നെ അതങ്ങ് ഓഫ് ചെയ്തു. ബിക്കോസ് ഇതിൻ്റെ ആവശ്യമല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നാളെ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ സാച്ചുറേറ്റഡ് ആയി. ഇപ്പോൾ എനിക്ക് ഇനി ഇതിൽ കൂടുതൽ പഠിക്കാൻ എനിക്ക് വയ്യ. മണി 3. ഇപ്പം എത്ര ഞാൻ കുറച്ച് പേരെന്നല്ലേ പറഞ്ഞു. ഇപ്പം 8 ആയി. ഇനി ഞാൻ പഠിച്ചാലും തലയിൽ കയറൂല. അപ്പോൾ ആൻഡ് ദ തിങ് ഇസ് ദാറ്റ് നാളെ ഉച്ചയ്ക്ക് 2 മണിക്കാണ് എക്സാം. ലൈക്ക് ഉച്ചയ്ക്ക് ശേഷം. ഉച്ച ഈസ് 12-1 മണി. ഉച്ചയ്ക്ക് ശേഷം 2 മണി ഉച്ചയാണോ? എനിവേസ് ഉച്ചയ്ക്ക് ആണ് എനിക്ക് എക്സാം. 2 മണിക്ക്. 2 to 4:30 ഈസ് ദി എക്സാം ടൈമിങ്സ്. അപ്പോൾ ഞാൻ വിചാരിച്ച് ബാക്കി നാളെ പഠിക്കാം. ഇഫ് വി ഗെറ്റ് അപ്പ് ഏർലിയർ, we'll be having ample time to study. If not, വെപ്രാളപ്പെടേണ്ടി വരും. അതുകൊണ്ട് നേരത്തെ എണീക്കണമെങ്കിൽ നേരത്തെ കിടക്കണമല്ലോ. ഇതിപ്പോൾ നേരത്തെ ഒന്നും പറയാൻ പറ്റൂല. ആൻഡ് ദർ ഈസ് നോ പോയിന്റ് ഇൻ മീ
എന്താണ് സെയിങ് ദാറ്റ് നേരത്തെ എണീക്കണമെങ്കിൽ നേരത്തെ കിടക്കണം. ബിക്കോസ് ഞാൻ മറ്റേ 5 മണി വരെ ഉണർന്നിരുന്നിട്ടും ഞാൻ 8:30 ക്ലാസ്സിന് പോയിട്ടുണ്ട്. അത് ഇറ്റ്സ് ലൈക്ക് ഔട്ട് ഓഫ് ദ ബോക്സ്. എനിവേസ്, പരീക്ഷയ്ക്ക് നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല. സോ ഐ ജെനുവിൻലി വോണ്ട് ടു സ്ലീപ്പ് നൗ ബിക്കോസ് ഐ ഫീൽ സ്ലീപ്പി. ഞാൻ ഇന്ന് എനിക്ക് ഒട്ടും വയ്യായിരുന്നു. 2 ദിവസമായിട്ട് ഐ വാസ് ഹാവിങ് സം സിംറ്റംസ് ഓഫ് ഫീവർ. സോ സിംറ്റംസ് ഓഫ് ഫീവർ എന്ന് ഞാൻ എടുത്തു പറയാൻ കാരണം ലാസ്റ്റ് ടൈം ഐ ഹാഡ് ഫീവർ ലൈക്ക് ഇറ്റ് സ്റ്റാർട്ടഡ് വിത്ത് എ ത്രോട്ട് പെയിൻ. അപ്പോൾ ആൻഡ് ഇറ്റ് എൻഡഡ് അപ്പ് ഇൻ ഫീവർ. സോ വെൻ ഐ കൺസൾട്ടഡ് ദ ഡോക്ടർ ഹി സെഡ് ദാറ്റ് യു ആർ ഹാവിങ് സം കൈൻഡ് ഓഫ് ത്രോട്ട് ഇൻഫെക്ഷൻ ആൻഡ് വിച്ച് മേ ഓർ മേ നോട്ട് ഹാവ് സം കണക്ഷൻസ് വിത്ത് യുവർ ഫീവർ അങ്ങനെ പറഞ്ഞു. അപ്പോൾ റൈറ്റ് നൗ ഐ എം ഫീലിംഗ് ദ സെയിം സിംറ്റം വിച്ച് ഐ ഹാഡ് ബിഫോർ ഹാവിങ് ഫീവർ. ആ ഒരു ത്രോട്ട് ഇറിറ്റേഷൻ ഇന്നലെ തൊട്ടുണ്ട്. ഇന്നലെ തൊട്ട് ഡോളോ ഒക്കെ കഴിച്ചു, ചൂടുവെള്ളമൊക്കെ കുറേ കുടിച്ചു. അങ്ങനെ അത് കുറച്ച് കുറഞ്ഞിരിക്കുകയാണ്. ബട്ട് സ്റ്റിൽ ഐ ആം സ്കെയർഡ് അബൌട്ട് ദിസ് ബിക്കോസ് എക്സാം തീരുന്നവരെങ്ങനെയെങ്കിലും ഞാനിങ്ങനെ എണീറ്റ് നിൽക്കണമല്ലോ. അതുകൊണ്ട് വീട്ടിലെത്തുമ്പോഴത്തേനും ഒന്നിങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല. അച്ഛനും അമ്മയുള്ളതുകൊണ്ട് കുഴപ്പമില്ല, അവർ നോക്കിക്കോളും എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസത്തിൽ. അപ്പോൾ അങ്ങനെ ഇപ്പം നമ്മളെന്താ പറഞ്ഞു തന്നേ? പരീക്ഷ വയ്യ, സമയമായി, പഠിച്ചു, എന്തൊക്കെയോ എനിക്ക് ഐ ഡോണ്ട് റിമെമ്പർ. ഞാൻ കിളി പോയാലുള്ള അവസ്ഥ ഇതാണ്. ഞാൻ ഇവിടെ തുടങ്ങി ഇങ്ങനെ 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 പോയി ഇവിടെ ചെന്ന് അവസാനിക്കും. നോ പോയിന്റ്. So anyways, I'm ending this video here right now and we'll continue our studies by tomorrow morning. Maybe morning എന്ന് പറയുന്നത് മിക്കവാറും ഉച്ചരയാവും. ഞാൻ എണീക്കണം എങ്ങനെയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സോ വിൽ സീ. അപ്പോൾ നോക്കാം. ഓക്കെ, അപ്പോൾ നാളെ രാവിലെ ബാക്കി പഠിത്തത്തിൽ വെച്ച് നമുക്ക് കാണാം. എന്ത് പറയുന്നു? ഓക്കെ. ഹലോ. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ എണീറ്റപ്പോൾ ഒരു ഉച്ചരയായി ഗൈസ്. സോ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം 1 മണി ആയി, 1 മണി സംതിങ് ആയി. ലൈക്ക് 2 മണിക്കാണ് എക്സാം. സോ ഐ വിൽ ബി മൂവിങ് ഔട്ട് ആസ് ഫാസ്റ്റ് ആസ് ഐ ക്യാൻ ബി യുനോ. അപ്പോൾ കുറച്ചുകൂടെ ഒരു 10 മിനിറ്റ് കൂടെ നോക്കിയിട്ട് ഞാനിപ്പോൾ ഇറങ്ങും. എക്സാം പ്രിപ്പയർഡ് ആണോ എന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല, പ്രിപ്പയർഡാണ്, ആയില്ലേ പറ്റൂ. അപ്പോൾ അങ്ങനെ ഇനി ബാക്കി യു മൈറ്റ് ബി സീയിങ് ദി വിഷ്വൽസ് ഓഫ് മീ ഗോയിങ് ടു കോളേജ് മേ ബി. അപ്പോൾ വെൽക്കം ടു ദ ന്യൂ ഇയർ മോർണിംഗ് അല്ല, ന്യൂ ഇയർ നൂൺ. സോ ഹാപ്പി ന്യൂ ഇയർ. എങ്ങനെയാണ് ഞാൻ ന്യൂ ഇയർ സ്പെൻഡ് ചെയ്യുന്നതെന്ന് മനസ്സിലായില്ലേ? അത് പക്ഷേ പരീക്ഷ ഉള്ളതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ കുറച്ചുകൂടെ കളർഫുൾ ആയിരുന്നു. അപ്പോൾ കുറച്ചുകൂടെ പഠിച്ചിട്ട് നമുക്ക് പോവാം. ഓക്കെ. എക്സാം ഡേ എനിക്ക് ഇങ്ങനെ അമ്പലത്തിൽ വന്ന് തൊഴുന്നൊരു അമ്പലത്തിൽ പോയിട്ട് എക്സാമിന് പോകുന്നൊരു ശീലമുണ്ട്. ആസ് യൂഷ്വൽ നല്ല ടെൻഷനുണ്ട്. അതിൻ്റെ എൻ്റെ മുഖത്ത് കാണാനും ഉണ്ട്. ഓക്കെ, ശരി എന്നാൽ. ഗൈസ്, എക്സാം എഴുതാൻ പോകുന്ന നസ്രീനാണ് നിങ്ങളിപ്പോൾ കണ്ടത്. എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ആദി, ഇത് കുമാർ, ഇത് ബുസു. താങ്ക് യു. ഹാപ്പി ന്യൂ ഇയർ ചൊല്ല്. ഓക്കെ. ഹൗ വാസ് യുവർ പേപ്പർ? ഈസി. സോനു? Easy. Busy. Aye, just tell me how was the paper? No, I'll cut it. It's okay. Easy peasy. Ash, for this you want easy. Bye. I'm going home today evening. Yeah. Happy New Year, guys. Thank you. Bye. How was your paper, Harshi? Happy New Year. Happy New Year. Why don't you have any other pauses? Always you're doing this. Okay, fine. It's fine. Harshi, showing off with the outfit. Your OTD is good, bro. Yeah, it's fine. Enough of drama.
Why are you all in dead silence? Say something. Apdiya. Will you please let us eat now? Okay, start eating. Attack! So, അങ്ങനെ നമ്മൾ ഏകദേശം ഒഫീഷ്യലി ഈ വീഡിയോയുടെ ഒരു ക്ലൈമാക്സ് അല്ലെങ്കിൽ ഒരു കൺക്ലൂഷനിൽ എത്തി. സോ I just want to tell you something that this was how my new year. ഇങ്ങനെയായിരുന്നു എൻ്റെ ന്യൂ ഇയർ. ഇന്നിപ്പോൾ സമയം how much it is, like 5:30 ആകുന്നു. എനിക്ക് 4:30 വരെ എക്സാം ഉണ്ടായിരുന്നു. ഞാൻ റൂമിൽ നിന്നത് വരെ വളരെ ശാന്തമായിട്ടെന്ന് പറയുന്നില്ല, എന്നാലും സ്റ്റിൽ ഒരുവിധം പറ്റുന്ന രീതിക്കൊക്കെ ഞാൻ വീഡിയോസൊക്കെ എടുത്തു, സംസാരിച്ചു. പക്ഷേ വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഇച്ചിരി ലേറ്റ് ആയതുകൊണ്ട് ഞാൻ ഓടുമായിരുന്നു എക്സാം ഹാളിലോട്ട്. പിന്നെ എക്സാം ഹാളിനകത്ത് വീഡിയോ പറ്റില്ല. അത് കഴിഞ്ഞു ഇറങ്ങിയപ്പോൾ 2-3 ഫ്രണ്ട്സ് ഇരുന്നപ്പോൾ അവരുടെ അടുത്ത് ഞാൻ ചോദിച്ചു അവരുടെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നെന്ന്. ആൻഡ് യു ജസ്റ്റ് ഹേർഡ് ദ റെസ്പോൺസ് ഓഫ് ദേഴ്സ് അല്ലേ? എൻ്റെത് കേട്ടില്ലല്ലോ. ഞാൻ ഇന്ന് കുറച്ച് ഷോ ഓഫ് ചെയ്യും, ബിക്കോസ് എനിക്കിന്ന് കുറച്ച് നല്ലൊരു എക്സാം ആയിരുന്നു കമ്പയർഡ് ടു അതർ എക്സാംസ്, അതർ എക്സാം ഡേയ്സ് ഓൾസോ. ഇന്ന് ഞാൻ നന്നായിട്ട് എഴുതി. നന്നായിട്ട് എഴുതി മീൻസ് ഇൻ ദ സെൻസ് എനിക്ക് കുറച്ചുകൂടെ സമയം തന്നാൽ ഇനിയും ഞാൻ എഴുതും. അങ്ങനെ അളവുക്ക് ഞാൻ കുറേ നന്നായിട്ട് എഴുതി. അവസാനം 1 minute എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെയും മാം വന്ന് പിന്നെ ഒരു 10-30 സെക്കൻഡ് പിന്നെയും നിർത്തി ഒക്കെയാണ് എന്നെ പിടിച്ച് വാങ്ങിച്ചുകൊണ്ടൊക്കെയാണ് പോയത് പേപ്പർ. അപ്പോൾ അത്രയും ഞാൻ ഇന്ന് എഴുതി. ആൻഡ് യു നോ, ഇങ്ങനത്തെ സബ്ജക്ട്സ് ഞാൻ പഠിക്കുന്ന ഫോറൻസിക്സ് ആണ്, അതിലൊക്കെ ഇങ്ങനെ കഥ പോലെ എഴുതണം. ഇന്നത് കൊണ്ടാണ് അതുകൊണ്ടാണ് ഇത്, ദീസ് ആർ ദ ക്ലാസിഫിക്കേഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ എഴുതാനുണ്ട്. അപ്പോൾ കുറേ എഴുതിയാലേ മാർക്കും കിട്ടത്തുള്ളൂ. ഞാൻ വളരെ സ്ലോ റൈറ്റിംഗ് ഹാബിറ്റ് ഉള്ള ഒരാളാണ്, അതുകൊണ്ട് ഫോർ മീ ജനറലി ഇറ്റ് ടേക്സ് ടൈം. അപ്പോൾ അങ്ങനെ എക്സാമൊക്കെ അപ്പം നന്നായിരുന്നു. ഐ ഹാവ് ദ കോൺഫിഡൻസ് ദാറ്റ് ഐ വിൽ ഗെറ്റ്, അല്ലെങ്കിൽ ഐ വിൽ സ്കോർ ഗുഡ് മാർക്സ്. ഞാനിപ്പോൾ ഞങ്ങളുടെ കോളേജിൻ്റെ ഒരു പാർക്ക് കൈൻഡ് ഓഫ് ഒരു സ്ഥലത്തിരിക്കുക. നമുക്ക് ഞങ്ങളുടെ കോളേജ് ഇഷ്ടംപോലെ ഇരിക്കാനുള്ള സ്ഥലം ദൈവം സഹായിച്ച് ഒരുപാടുണ്ട്. മരത്തിൻ്റെ ചോട്ടിലോ മറ്റേ മലമൂട്ടിലോ എല്ലാം. മലമൂട്ട് ഞാൻ ചുമ്മാ എക്സാജറേറ്റ് ചെയ്തതാണ്. അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അങ്ങനൊരു സ്ഥലത്തൊരു സ്പോട്ടിൽ ഞാൻ ഇപ്പോൾ ഇരിക്കുക. ഞാൻ കൊള്ളായിരുന്നു മൊത്തത്തിൽ. ഒരു ന്യൂ ഇയർ നോക്കുവാണെങ്കിൽ ഇറ്റ് വാസ് ഓക്കെ, ഗുഡ്, അങ്ങനെ നോട്ട് ബാഡ് എന്നുള്ളൊരു രീതിക്ക്. ഭയങ്കര ചില്ലല്ലായിരുന്നു ബിക്കോസ് വി ഡിഡ്ന്റ് ഗോ ഔട്ട്. ആൻഡ് I was planning to tell my resolutions at the end of the video because I don't want to make it so much of, അങ്ങ് ലാഗ് അടുപ്പിച്ച് ഇല്ലാണ്ടാക്കണം എന്ന് എനിക്ക് തോന്നിയില്ല. സോ ഞാൻ ഫോക്കസ് ചെയ്യുന്ന 3 കാര്യങ്ങളേ ഉള്ളൂ ഇപ്രാവശ്യം, ലൈക്ക് ദിസ് ഇയർ. ആൻഡ് ഐ വിഷ് സോ മച്ച് ടു മേക്ക് ഇറ്റ് ഇൻ പ്രാക്ടീസ്, അല്ലെങ്കിൽ അത് നടക്കണം എന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. ആൻഡ് ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ് ടു പുട്ട് ഇറ്റ് ഇൻ ആക്ഷൻ. ഫസ്റ്റ് തിങ് ഇസ് ദാറ്റ് എനിക്ക് കുറച്ച് ബോഡി ഇനി തൊട്ട് നോക്കണം. ഞാൻ കുറച്ച് കൂടുതൽ തിന്നുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. സോ കുറച്ച് ഇനി ബോഡി നോക്കണം. ഡയറ്റ് പറ്റുമെങ്കിൽ എടുക്കണം, ഇല്ലെങ്കിൽ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യണം. ജിമ്മിൽ തന്നെ പോയി വർക്കൗട്ട് ചെയ്യണമെന്ന് എനിക്ക് നിർബന്ധമില്ലായിരുന്നു. പക്ഷേ ഫോർ സച്ച് എ പേഴ്സൺ ലൈക്ക് മീ, ഐ വാണ്ട് എ മോട്ടീവ് ടു ഡു സംതിങ്. സോ ഇല്ലെങ്കിൽ ഞാൻ ഭയങ്കര ലേസി ഉഴപ്പൻ സെറ്റപ്പാണ്. അപ്പോൾ അതുകൊണ്ട് ജിമ്മിൽ പോകാമെന്ന് ഞാൻ തീരുമാനിച്ചു. ഞാൻ പോയി സംസാരിച്ചു. ആൻഡ് ഐ ജസ്റ്റ് വാണ്ട് ടു ഗോ നൗ. അപ്പോൾ ഇപ്പോൾ എന്തായാലും വീട്ടിൽ പോകാം, ഇന്ന് വൈകുന്നേരം വീട്ടിൽ പോകും. അതുകൊണ്ടത് നടക്കില്ല. 1-ാം തീയതി തൊട്ട് എന്തായാലും പോകണില്ല ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാണ് ഞാൻ ജിമ്മിൽ പോയി തുടങ്ങും. ആൻഡ് ദ സെക്കൻഡ് തിങ് ഈസ് ഐ വോണ്ട് ടു മോർ കോൺസെൻട്രേറ്റ് ഇൻ ദിസ് ഫീൽഡ്, ലൈക്ക് കോണ്ടൻറ്റ് ക്രിയേഷൻ അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രി. ഞാൻ പറയുമ്പോൾ വലിയ വാക്കുകൾ പോലെയൊക്കെ തോന്നും. പക്ഷേ ഞാൻ ഇപ്പം എൻ്റെ പരിമിതികളിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എനിക്ക് കുറച്ച് കൂടുതൽ ഞാനായിട്ട് എഫേർട്ട് ഇട്ട് ചെയ്യണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. സോ ദാറ്റ്സ് മൈ സെക്കൻഡ് തിങ്. ആൻഡ് തേർഡ് തിങ് ഇസ് ദാറ്റ് എ റിയലി ക്യൂട്ട് തിങ് വിച്ച് എവറി പീപ്പിൾ ലൈക്ക് മേ ഹാവ് എ ഡ്രീം അബൌട്ട് ദാറ്റ്. എനിക്കൊരു ചെറിയൊരു ഫാമിലി ട്രിപ്പ്, അത് മറ്റേ അബ്രോഡ് ട്രിപ്പൊന്നുമല്ല, വേറെ സ്റ്റേറ്റിൽ പോകണമെന്ന് പോലും എനിക്കില്ല. അച്ഛൻ്റെ അമ്മയുടെയൊക്കെ കൂടെ എനിക്കൊരു ചെറിയൊരു ട്രിപ്പ് പോകണമെന്ന് ഭയങ്കര ആഗ്രഹം. ബിക്കോസ് അങ്ങനെയൊരു സാധനം ഒരു ഇഷ്ടം പോലെ പോയിട്ടുണ്ട്. ബട്ട് അതൊക്കെ ഞാൻ ഭയങ്കര കുഞ്ഞായിരുന്നപ്പോഴായിരുന്നു. ലൈക്ക് അവിടെ ഇവിടെയൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ എനിക്കങ്ങനെ
ഓക്കെ ഇന്നത് നടന്നു അല്ലെങ്കിൽ ഇതായിരുന്നു ദിവസം അങ്ങനെയൊന്നും ഓർക്കാൻ പറ്റുന്ന പ്രായമല്ലായിരുന്നു എൻ്റെ. സോ ഐ വോണ്ട് ടു റീലിവ് അല്ലെങ്കിൽ ഐ വോണ്ട് ടു ക്രിയേറ്റ് മെമ്മറീസ് ലൈക്ക് ദറ്റ് വിച്ച് ഐ ക്യാൻ റീലിവ് ഈവൻ ആഫ്റ്റർ സം ഇയേഴ്സ് എന്നാണ്. അപ്പോൾ ഇത് മൂന്നുമാണ് എൻ്റെ ഒരു സ്കീം, എൻ്റെ ഒരു റെസൊല്യൂഷൻ സെറ്റ്. ആൻഡ് ഗൈസ് കമൻറ്റ് ബിലോ ഇന്ന് എൻ്റെ മുടി ഇങ്ങനെയുണ്ട്. എനിക്ക് ഓരോ ദിവസവും ഓരോ കൈൻഡ് ഓഫ് കോംപ്ലിമെൻറ്റ്സ് ആണ് യൂഷ്വലി കിട്ടാറ്. ഇന്ന് മുടി സ്പ്രിങ് പോലെ ഉണ്ടായിരുന്നപ്പോൾ കൊള്ളായിരുന്നു, ഇന്ന് മുടി നീട്ടിയിട്ടപ്പോൾ കൊള്ളായിരുന്നു, ചുട്ടിട്ടപ്പോൾ കൊള്ളായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. സോ ഓക്കെ, അപ്പാർട്ട് ഫ്രം അതർ കിടുങ്ങാമണീസ്, ദിസ് വാസ് മൈ ന്യൂ ഇയർ. ദിസ് ഇസ് ഹൗ ഐ സ്പെൻഡ് മൈ ന്യൂ ഇയർ. കൊള്ളായിരുന്നു, നല്ലൊരു സംഭവമായിരുന്നു. എക്സാം കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ കഴിക്കാനാണ് പോയത്. ലൈക്ക് ഫ്രണ്ട്സ് എല്ലാവരും ഒരുമിച്ചിരുന്ന് തിന്ന് മുടിപ്പിച്ചിട്ട് ആ ഒരു വൈബ് അങ്ങോട്ട് ഒരു മൊത്തത്തിൽ അങ്ങോട്ട് തികയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ വേറെ ഞാൻ എന്തുകൊണ്ട് ഇപ്പോൾ കൺക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനി വേറെ ഒന്നുമില്ല, എൻ്റെ ന്യൂ ഇയർ കഴിഞ്ഞു. ന്യൂ ഇയറിൻ്റെ ഒരു പാർട്ടായിട്ടുള്ള ഒരു ദിവസത്തിൻ്റെ വലിയ ഭൂരിഭാഗം എന്നല്ല മുഴുവനും കഴിഞ്ഞു. ഇനി അങ്ങോട്ട് ഇനി എന്താ നടക്കാൻ പോകണം? ഇനിയിപ്പോൾ ഞാൻ വീട്ടിൽ പോകും. ഞാൻ നേരെ ഹോസ്റ്റലിൽ ചെല്ലും, പാക്ക് ചെയ്ത സാധനങ്ങളൊക്കെ എടുക്കും, ഇറങ്ങും, ട്രെയിൻ കയറും, വീട്ടിൽ പോകും. അത്രേ ഉള്ളൂ. ദാറ്റ് ഡസൻ കൗണ്ട് ഇൻ ന്യൂ ഇയർ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല. സോ I thought of concluding it here. So yeah, if you like this video, do like, share and subscribe as usual I used to say. And ഇഷ്ടപ്പെട്ടാൽ ന്യൂ ഇയർ നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്യുക. ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ കുറച്ചുകൂടെ ഭംഗിയായിട്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളെ തന്നെ ഒന്ന് മോഡിഫൈ ചെയ്തെടുത്താലും മതി. പുതിയ കാര്യങ്ങൾ കൊണ്ടുവന്ന് ഒരുപാട് ഹെക്റ്റിക്കും സാച്ചുറേറ്റും അവിടെ ആക്കണേനേക്കാൾ എത്രയോ നല്ലതാണ് ചെയ്യുന്ന കാര്യത്തിൽ കുറച്ച് പെർഫെക്ഷൻ കൊണ്ടുവരിക. അല്ലെങ്കിൽ വളരെ കോമൺ ആയിട്ട് അല്ലെങ്കിൽ വളരെ സില്ലി ആയിട്ട് നമുക്ക് തോന്നുന്ന പല കാര്യങ്ങളും നല്ല കാര്യങ്ങളുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് റീലീവ് ചെയ്ത് നോക്കുക. സോ ഇറ്റ് വുഡ് ബി നൈസ്. അപ്പോൾ അത്രേ ഉള്ളൂ. ഞാൻ പിന്നെയും പറഞ്ഞ് വലിച്ച് നീട്ടുന്നില്ല. വേറെ ഒന്നുമില്ല പറയാം. ഓക്കെ, ഞാനെന്നാൽ പോട്ടെ. സോ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.